الذي خلق فسوى والذي قدر فهدى نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وما آتيتم من ربا ليربو في أموال الناس فلا يربو عند الله وما آتيتم من زكاة تريدون وجه الله فأولئك هم المضعفون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാനരായ സത്യവിശ്വാസികളെ, സർവശക്തനും കാരുണ്യവാനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹുവിന്റെ ഖുർആനും തിരുദൂതരുടെ സുന്നത്തും പഠിക്കുകയും പകർത്തുകയും ചെയ്ത് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരണം വരിച്ച് ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികൾ ജീവിതത്തിൽ നിർബന്ധമായ അനുഷ്ഠാന മുറകൾ നിർവഹിക്കേണ്ടവരാണ്. ഇസ്ലാം അനുഷ്ഠാനങ്ങളുടെ വിഷയത്തിൽ അതിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, 5 കാര്യങ്ങളിൽ സ്ഥാപിതമാണ് ഇസ്ലാം. നമുക്കൊക്കെ പരിചിതമായ 5 കാര്യങ്ങൾ. അതിൽ ഷഹാദത്തിന്റെ കാര്യം ശ്രദ്ധിക്കുന്ന, അതുപോലെ തന്നെ നമസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കുന്ന, നോമ്പിന്റെ കാര്യം ശ്രദ്ധിക്കുന്ന, സാമ്പത്തികമായ ശേഷിയുണ്ടെങ്കിൽ ഹജ്ജിന്റെ കാര്യത്തിലും താല്പര്യം കാണിക്കുന്ന നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും അവഗണിക്കുന്ന ഒന്നാണ് നമ്മളുമായി ഏറ്റവും ബന്ധപ്പെട്ട സമ്പത്തിന്റെ ശുദ്ധീകരണത്തിന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള സക്കാത്ത് എന്നുള്ളത്. മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്ക് മാത്രമല്ല സാമ്പത്തിക വിഷയത്തിലുള്ള ഈ ബാധ്യത അള്ളാഹു നിശ്ചയിച്ചത്, മറിച്ച് കഴിഞ്ഞുപോയ പ്രവാചകന്മാർക്കും ആ ഉത്തരവാദിത്തം, അവരുടെ ജനതക്കും ആ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട്. വജഅൽനാഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ വഅൗഹൈനാ ഇലൈഹിം ഫിഅലൽ ഖൈറാത്ത് വഇഖാമസ് സ്വലാത്തി വഈതാഅസ് സകാത്തി വകാനൂ ലനാ ആബിദീൻ. പൂർവിക പ്രവാചകന്മാരെ സംബന്ധിച്ച് അവരുടെ ജനതയെക്കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു, അവർ നേതാക്കളായിരുന്നു, തങ്ങളുടെ ജനതയെ നമ്മുടെ കൽപ്പന പ്രകാരം അവർ നേർമാർഗത്തിലേക്ക് നയിച്ചു. അങ്ങനെ നന്മകൾ പ്രവർത്തിക്കാനുള്ള എല്ലാ ഉത്ബോധനങ്ങളും നാം അവർക്ക് നൽകി. അതോടൊപ്പം വഇഖാമസ് സ്വലാത്ത്, നമസ്കാരം നിലനിർത്താനും, വഈതാഅസ് സകാത്ത്, സക്കാത്ത് കൊടുത്തുവിടാനും, വകാനൂ ലനാ ആബിദീൻ, അവരൊക്കെയും നമുക്ക് ഇബാദത്ത് ചെയ്യുന്നവരായിരുന്നു എന്നാണ് പൂർവിക പ്രവാചകന്മാരെക്കുറിച്ചും അവരെ സ്വീകരിച്ച അനുയായികളെക്കുറിച്ചും അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. ഇവിടെ നമസ്കാരത്തിന്റെ കൂടെ ചേർത്ത് പറഞ്ഞൊരു വിഷയമാണ് സക്കാത്ത് എന്നുള്ളത് നമുക്കറിയാം. നമസ്കാരത്തിന്റെ കാര്യത്തിൽ, അതിന്റെ സുന്നത്തുകളുടെ കാര്യത്തിൽ, അതിന്റെ ഫർളിന്റെ വിഷയത്തിൽ ഷർത്തുകളും ഫർളുകളും അതിന്റെ വാജിബുകളും ഒക്കെ പാലിക്കുന്നതിൽ ശ്രദ്ധയും സൂക്ഷ്മതയുമുള്ള ആളുകളാണ് നമ്മൾ. പക്ഷേ ചേർത്ത് പറഞ്ഞിരിക്കുന്ന സക്കാത്തിന്റെ കാര്യം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അവഗണിക്കപ്പെടുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്.
നമ്മുടെ ഉമ്മത്തിൽ പലപ്പോഴും റമദാൻ 27 വരുമ്പോൾ പണക്കാരുടെ ഗേറ്റിന്റെ മുമ്പിൽ പാവപ്പെട്ടവൻ ക്യൂ നിൽക്കുകയും കയ്യിലുള്ള എന്തെങ്കിലും നാണയത്തുട്ടുകൾ എടുത്തുകൊടുക്കുകയും ചെയ്യുന്ന അത്തരമൊരു സംവിധാനമാണ് സക്കാത്ത് എന്നുള്ളത് ഇസ്ലാമിനെ സംബന്ധിച്ച് ഇതര മതസ്ഥർ തെറ്റിദ്ധരിക്കുന്ന വിധത്തിലാണ് ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പദത്തിന്റെ അർത്ഥത്തിൽ നിന്ന് തന്നെ എന്താണ് സക്കാത്ത് കൊണ്ട് ഇസ്ലാം ലക്ഷ്യമാക്കുന്നത് എന്നത് വ്യക്തമാണ്. ഭാഷാപരമായി സക്കാത്ത് എന്നതിന് വർധനവ് എന്നും ശുദ്ധീകരണം അഥവാ സംസ്കരണം എന്നുമാണ് അർത്ഥം. ആ അർത്ഥത്തിലൂടെ തന്നെ വ്യക്തമാണ് സമ്പത്ത് അത് വർദ്ധിക്കുകയാണ് സക്കാത്തിലൂടെ. സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടുകയും ആ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന മനുഷ്യന്റെ സമ്പത്തിനോടുള്ള നിലപാടിനെ നന്നാക്കി തീർത്തുകൊണ്ട് മനസ്സിനെ ശുദ്ധീകരിക്കുകയും ചെയ്യുകയാണ് ഇസ്ലാം സത്യത്തിൽ സക്കാത്ത് കൊണ്ട് ചെയ്യുന്നത്. പൂർവികരായ ആളുകൾ അതുപോലെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഈതാ ഉസ്സക്കാത്തിന് നൽകിയ വിശദീകരണം അത്തഅബ്ബുദു ലില്ലാഹി തആല ബിഇഖ്റാജി ജുസ്ഉൻ വാജിബുൻ ശർഅൻ ഫി മാലിൻ മുഅയ്യനിൻ ലിത്വാഇഫ ഔ ജിഹത്തിൻ മഖ്സൂസ. അല്ലാഹുവിനുള്ള ഒരു ഇബാദത്ത് എങ്ങനെ തങ്ങളുടെ സമ്പത്തിന്റെ നിർബന്ധമായ വിഹിതം മതപരമായൊരു ബാധ്യത എന്നുള്ള നിലക്ക് അതിന്റെ കൃത്യമായ ആളുകൾക്ക് നൽകുക എന്ന ആരാധനയാണ് സക്കാത്ത് എന്ന് പറയുന്നത്. സക്കാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടുന്ന അടിസ്ഥാനപരമായ കുറെ വിഷയങ്ങളുണ്ട്. അതിലൊന്ന് സത്യവിശ്വാസിയായ ഒരാളുടെ മേൽ സക്കാത്ത് നിർബന്ധമാകുന്ന ഘട്ടങ്ങളാണ്. നിശ്ചിതമായ നിസ്വാബ് അഥവാ തോത് എത്തിക്കഴിയുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം തന്നെ ആ എത്തിക്കഴിഞ്ഞ ഒരു തോത് ഒരു ഹിജ്റ വർഷക്കാലം അഥവാ ഒരു ഹൗൽ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുന്നതോടുകൂടി സക്കാത്തിന്റെ കാര്യത്തിൽ അയാൾ നിർബന്ധിതനായിരിക്കുന്നു അഥവാ അതൊരു ബാധ്യതയായി തീർന്നിരിക്കുന്നു എന്നതാണ്. അതോടൊപ്പം ഈ കാര്യങ്ങൾ ഇത്രയും വ്യക്തമായിട്ടും അത് നൽകാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തോടുകൂടിയാണ് അതിന്റെ നിർബന്ധ ബാധ്യതയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ വഫീ അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സായിലി വൽ മഹ്റൂം എന്നും വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂം ലിസ്സായിലി വൽ മഹ്റൂം എന്ന് രണ്ട് സ്ഥലത്ത് ആവർത്തിച്ചു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ചോദിച്ചു വരുന്ന ആളുകൾക്കും അഗതികളായ ആളുകൾക്കും അവരുടെ സ്വത്തിൽ അവകാശമുണ്ട് എന്നാണ് പറഞ്ഞത്. അഥവാ പാവപ്പെട്ടവന്റെ അവകാശമാണത്, നിങ്ങളുടെ ഔദാര്യമായിട്ട് കൊടുക്കേണ്ടതല്ല, മറിച്ച് അത് ലഭിക്കേണ്ടുന്നവന്റെ അവകാശം. ഹഖ് എന്ന പ്രയോഗമാണ് വിശുദ്ധ ഖുർആനിൽ ഈ രണ്ട് ആയത്തുകളിലും പരാമർശിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം അത് ഈമാനിന്റെ അടയാളമാണ് എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു യഥാർത്ഥ മുഅ്മിനായി തീരുകയില്ല. ആ വിശ്വാസത്തിന് അനുബന്ധമായ കർമ്മങ്ങൾ അയാളിൽ ഉണ്ടായിത്തീരണം. അതുകൊണ്ട് സൂറത്തു മുഅ്മിനൂനിൽ അതിന്റെ ആദ്യ ഭാഗത്തുള്ള ആയത്തുകളിൽ വിജയിച്ച മുഅ്മിനുകളെ കുറിച്ച് പറഞ്ഞിടത്ത് റബ്ബ് അത് ചേർത്ത് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തുടർന്ന് റബ്ബ് പറയുന്നത് എന്താണ്? ആരാണ് ആ വിജയിച്ച വിശ്വാസികൾ? ഒന്ന്, അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നമസ്കാരത്തിൽ ഭക്തി നിലനിർത്തുന്ന ആളുകൾ, അവരാണ് വിജയിച്ച വിശ്വാസികൾ. രണ്ട്, വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, നിരർത്ഥ ഭാഷണങ്ങളിൽ നിന്ന് വേണ്ട സംസാരങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്ന അവരാണ് മുഅ്മിനുകൾ. മൂന്നാമതായി പറഞ്ഞത് വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, സക്കാത്ത് കൊടുത്തു വിട്ടുന്നവരാണ് അവർ എന്നതാണ്. അപ്പോൾ ഇവിടെ ഒരാൾ മുഅ്മിനായി മാറാൻ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന നിർബന്ധമായി ഉണ്ടാകേണ്ടുന്ന സ്വഭാവങ്ങളുടെ കൂടെ ചേർത്ത് പറഞ്ഞൊരു കാര്യമാണ് സക്കാത്ത് എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിർബന്ധമായൊരു ബാധ്യത എന്ന നിലക്ക് കണ്ട് അത് പൂർത്തീകരിക്കാൻ തയ്യാറാകുന്നില്ല, അതിനർത്ഥം ഈമാനിന്റെ വിഷയത്തിൽ നാം പൂർത്തീകരണത്തിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ്. നാലാമതായി അതെന്തിനു വേണ്ടിയുള്ളതാണ്? സൂറത്തു തൗബ 103-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖുദ് മിൻ അംവാലിഹിം സദഖ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം ഇന്ന സ്വലാതക സകനുൽ ലഹും വല്ലാഹു സമീഉൻ അലീം. ഈ ആയത്തിനൊരു സബബുൻ നുസൂലുണ്ട്. പക്ഷേ ഇത് അന്ത്യനാൾ വരെയുള്ള മുഴുവൻ വിശ്വാസികൾക്കും ബാധ്യതകമായ ഒരു കാര്യമാണ്. തബൂക്ക് യുദ്ധത്തിൽ നിന്ന് ഏതാനും ആളുകൾ വിട്ടുനിന്നു.
പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടു. മനസ്താപമുണ്ടായി വിട്ടുനിന്ന ആളുകൾക്ക്, അക്കൂട്ടത്തിൽ പ്രത്യേകിച്ചും അബൂ ലുബാബത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകൾ മനസ്താപമുണ്ടായ സന്ദർഭത്തിൽ സമ്പത്ത് കയ്യിൽ പിടിച്ചിട്ട് റസൂലിന്റെ അടുക്കലേക്ക് വരികയാണ്. അള്ളാന്റെ റസൂലെ, ഞങ്ങളിന്ന് പറ്റിയത് വലിയ അബദ്ധമായി പോയി, ഞങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് കയ്യിലുള്ള സമ്പത്ത് കൊടുത്തപ്പോൾ റസൂൽ അത് സ്വീകരിക്കാൻ വിസമ്മതിച്ചു. പിന്നീട് അള്ളാഹ് കൽപ്പിച്ചു, സ്വീകരിച്ചുകൊള്ളൂ. സൂറത്തു തൗബയിലെ 103-ാമത്തെ ആയത്ത് അവതരിപ്പിക്കപ്പെടുകയാണ്. ഖുദ് മിൻ അംവാലിഹിം സ്വദഖ, അവരുടെ സമ്പത്തിൽ നിന്ന് ആ ദാനത്തെ അങ്ങ് എടുത്തോളൂ, പിടിച്ചോളൂ, സ്വീകരിച്ചുകൊള്ളൂ. എന്താണ് അവർ നൽകുന്ന ആ സദഖയുടെ പ്രത്യേകത? തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. സക്കാത്താകട്ടെ സദഖയാകട്ടെ ഇസ്ലാമിന്റെ ആ വിഷയത്തിലുള്ള വീക്ഷണമാണ് ഈ ആയത്തിലൂടെ അള്ളാഹ് പഠിപ്പിക്കുന്നത്. തുതഹിറുഹും, ഈ കൊടുക്കുന്ന ദാനം, ഈ കൊടുക്കുന്ന സമ്പത്ത് അവരെ ശുദ്ധീകരിക്കും. വതുസക്കീഹിം ബിഹാ, അതുകൊണ്ട് അവർ സംസ്കരിക്കപ്പെടുകയും ചെയ്യുമെന്നതാണ്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു റസൂലിനോട്, വസല്ലി അലൈഹിം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഇന്ന സ്വലാത്തക സകനുൽ ലഹും, തീർച്ചയായും അങ്ങയുടെ പ്രാർത്ഥന അവർക്കുള്ള സമാധാനമാണ്. വല്ലാഹു സമീഉൻ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. ആ തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കപ്പെട്ടതാണെങ്കിലും ഈ വചനത്തിന്റെ ആശയം അന്ത്യനാൾ വരെയുള്ള മുഴുവൻ വിശ്വാസികൾക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. നാം നൽകുന്ന സദഖയും നാം നൽകുന്ന സക്കാത്തും ഒന്ന്, അത് നമ്മുടെ ശുദ്ധീകരണമാണ്, മനസ്സിന്റെ ശുദ്ധീകരണമാണ്, അതോടൊപ്പം സമ്പത്തിന്റെ സംസ്കരണവുമാണ്. അതുകൊണ്ട് നിർബന്ധമായ ബാധ്യത കൊടുത്തുവിട്ടപ്പെടണം. അഞ്ചാമതായി വിശുദ്ധ ഖുർആൻ ഈ വിഷയത്തിലൂടെ പഠിപ്പിച്ചത് ഞാനിവിടെ പാരായണം ചെയ്ത സൂറത്തുർ റൂമിലെ 39-ാമത്തെ ആയത്ത്. സമ്പത്തുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ എപ്പോഴും അങ്ങേയറ്റം ആർത്തി വെച്ച് പുലർത്തുന്നവനാണ്. ലോകത്ത് നടക്കുന്ന മയക്കുമരുന്നിന്റെ കച്ചവടമാകട്ടെ, കൊലപാതകങ്ങളാകട്ടെ, കുടുംബ പ്രശ്നങ്ങളാകട്ടെ, പിടിച്ചുപറിയാകട്ടെ, മോഷണമാകട്ടെ, എല്ലാം എന്തിനു വേണ്ടിയാണ്? സമ്പത്തിനു വേണ്ടിയാണ്. ഈ സമ്പത്തുമായി ബന്ധപ്പെട്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന അടിസ്ഥാനപരമായ കാര്യം, സമ്പത്തിന്റെ ഉടമ അല്ലാഹുവാണ്. ആ ഉടമയായ റബ്ബ് വഅൻഫിഖൂ മിമ്മാ റസഖനാകും, നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിന്റെ കൈകാര്യകർത്താവ് മാത്രമാണ്, എന്റേതല്ല എന്ന അടിസ്ഥാനപരമായ സത്യം ഒരു മനുഷ്യൻ മനസ്സിലാക്കണം. അതുകൊണ്ട് അങ്ങനെ റബ്ബ് പരീക്ഷണത്തിന് വേണ്ടി തന്ന ഈ വസ്തുവിനോട് അങ്ങേയറ്റത്തെ ഹൃദയബന്ധം ഉണ്ടാകുന്നതിന് പകരം ഒരു പരീക്ഷണ വസ്തുവാണ് എന്ന നിലക്ക് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. അങ്ങനെ കൈകാര്യം ചെയ്യുമ്പോ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഹറാമുകൾ അതിൽ കലരാൻ പാടില്ല. ആ ഹറാമിൽപ്പെട്ടതാണ് പലിശ എന്നത്. എന്താണ് പലിശ? പണം കൊണ്ട് പണമുണ്ടാക്കലാണ്. പണം കൊണ്ട് പണമുണ്ടാക്കുക എന്ന വ്യവസ്ഥ പണക്കാരൻ കൂടുതൽ പണക്കാരനാകാനും പാവപ്പെട്ടവൻ കൂടുതൽ പാവപ്പെട്ടവനായി മാറാനും സാധിക്കും. ഇസ്ലാമിക് ബാങ്കിങ്ങും ഈ റിബയും തമ്മിലുള്ള വ്യത്യാസം, ഇസ്ലാമിക് ബാങ്കിങ് എന്ന കൺസെപ്റ്റിൽ പ്രൊഡക്ഷൻ കൊണ്ട് അഥവാ ഉൽപാദനം കൊണ്ട് പണമുണ്ടാക്കുക എന്ന, റിബ എന്നത് പണം കൊണ്ട് പണമുണ്ടാക്കുക എന്നതാണ്. അതൊരിക്കലും വളർച്ചയല്ല എന്നതാണ് സൂറത്തുർ റൂമിലെ 39-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത്. മാ ആതൈതും മിർ റിബൻ ലിയർബുവ ഫീ അംവാലിന്നാസ് ഫലാ യർബു ഇൻദല്ലാഹ്. സമ്പത്തിൽ ജനങ്ങളുടെ സ്വത്തുക്കളിൽ വെച്ച് വളർച്ചയുണ്ടാകാൻ വേണ്ടി നിങ്ങൾ വല്ല റിബയും വല്ല പലിശയും നൽകുകയാണെങ്കിൽ അതൊരിക്കലും അല്ലാഹുവിന്റെ അടുക്കൽ വളരുന്നതല്ല. പലിശ കൊണ്ട് സാമ്പത്തികമായ വളർച്ച ഒരിക്കലും ഉണ്ടാകില്ല. എന്നാൽ വമാ ആതൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് വല്ല സകാത്തും നിങ്ങൾ നൽകിയാൽ ഫഉലൈക ഹുമുൽ മുദ്ഇഫൂൻ, അവർ തന്നെയാണ് ഇരട്ടിപ്പിക്കുന്നവർ. സകാത്ത് നൽകിയാൽ ഇരട്ടിപ്പിക്കലാണ്. പലിശ നൽകിയാൽ നിങ്ങൾ വിചാരിക്കും 100 ഉള്ളത് 120 ആകുമല്ലോ 20% പലിശ ഉണ്ടെങ്കിൽ. അല്ല, അത് തകർച്ചയാണ്, നാശമാണ്. പലിശ കൊണ്ട് ഒരു സാമ്പത്തിക വ്യവസ്ഥയിലും വളർച്ചയുണ്ടായിട്ടില്ല. കടക്കണിയിൽ നിന്ന് കടക്കണിയിലേക്ക് മനുഷ്യൻ നീങ്ങാന്നല്ലാതെ. അതുകൊണ്ട് ഇസ്ലാം നൽകുന്ന പരിഹാരം, അന്ത്യനാൾ വരെയുള്ള ലോകത്തിന്റെ മുമ്പിലുള്ള മാതൃകയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സാമ്പത്തികമായ കാഴ്ചപ്പാട് എന്നുള്ളത്. സമൂഹത്തിലെ അധ്വാനിക്കുന്നവന് സമ്പാദിക്കാനുള്ള അവകാശമുണ്ട്, അതും പ്രധാനമാണ്. ഇസ്ലാം ഒരു മനുഷ്യന് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അധ്വാനത്തിന്റെ മഹത്വം ഉയർത്തിപ്പിടിച്ചു. റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ അധ്വാനിച്ചാകണം ജീവിക്കേണ്ടത്. കാരണം സക്കരിയ അലൈഹിസ്സലാം നജ്ജാറൻ, സക്കരിയ അലൈഹിസ്സലാം ആശാരിപ്പണി
പണിയെടുത്തിട്ടാ ജീവിച്ചത്. ദാവൂദ് അലൈഹിസ്സലാം അലന്നാലഹുൽ ഹദീദ്, ഇരുമ്പ് പഴുപ്പിച്ച് മൃദുവാക്കി മാറ്റാൻ, അതുപോലെ യുദ്ധഭൂമിയിൽ ഉപയോഗിക്കുന്ന കവചങ്ങൾ ഉണ്ടാക്കാനുള്ള കൊല്ലപ്പണി ചെയ്തിരുന്ന പ്രവാചകനാണ് ദാവൂദ് അലൈഹിസ്സലാം. നബിമാരെല്ലാം അധ്വാനിച്ചാണ് ജീവിച്ചിട്ടുള്ളത്. അധ്വാനത്തിന്റെ ഡിഗ്നിറ്റി ഓഫ് ലേബർ ഉയർത്തിപ്പിടിക്കുന്നു ഇസ്ലാം. അന്യന്റെ മുമ്പിൽ കൈനീട്ടരുത്. യാചകൻ പരലോകത്ത് വരിക ഏറ്റവും ദുരന്തപൂർണമായ അവസ്ഥയിലായിരിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തു. അങ്ങനെ അധ്വാനിക്കാൻ പ്രോത്സാഹിപ്പിച്ചു, സമ്പാദിക്കാൻ പ്രോത്സാഹിപ്പിച്ചു. പക്ഷെ അവിടെയും പറഞ്ഞു, ആ സമ്പാദിച്ചതിൽ 2.5% നിന്റെതല്ല. കാരണം സമൂഹത്തിലെ എക്കണോമിക് സ്റ്റെബിലിറ്റി ഉണ്ടാകണമെങ്കിൽ, എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാകണമെങ്കിൽ അധ്വാനിച്ച സമ്പാദിച്ചത് മുഴുവൻ അവൻ കൈവശം വെക്കുന്ന അവസ്ഥയുണ്ടാകാൻ പാടില്ല. ആ സമൂഹത്തിലെ പുരോഗതിയുടെ നിദാനം, വളർച്ച എന്ന് പറയുന്നത് സക്കാത്താണ്. ഫഉലൈക ഹുമുൽ മുദ്ഇഫൂൻ, അത് കൊടുക്കുന്നവരാണ് ഇരട്ടിപ്പിക്കുന്നവർ, അഥവാ സാമ്പത്തിക വളർച്ചയുണ്ടാക്കുന്നവർ എന്നാണ് സൂറത്തുർ റൂമിലെ 39-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്. എന്നു മാത്രവുമല്ല, മലക്കുകളുടെ പ്രാർത്ഥന ഈ വിഷയത്തിൽ ഉണ്ട് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മാ മിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലക്കാനി യൻസിലാൻ. ഒരൊറ്റ പ്രഭാതവും കഴിഞ്ഞു പോകുന്നില്ല 2 മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ടല്ലാതെ. ഫയഖൂലു അഹദുഹുമാ അല്ലാഹുമ്മ അഅതി മുൻഫികൻ ഖലഫാ. ആ 2 മലക്കുകളിൽ ഒരു മലക്കിന്റെ പ്രാർത്ഥന, അല്ലാഹുവേ ചിലവഴിക്കുന്നവന് നീ പകരം നൽകണമേ. വയഖൂലുൽ ആഖർ അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫാ. അല്ലാഹുവേ പിടിച്ചു വെക്കുന്നവന് നീ നാശം നൽകണമേ എന്നാണ് 2ാമത്തെ മലക്കിന്റെ പ്രാർത്ഥന. മലക്കിന്റെ ദുആ ഉള്ള വിഷയമാണ് സമ്പത്ത്. അതിന്റെ അർഹരായ ആളുകൾക്ക്, ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് നൽകുന്ന കാര്യം. ഈ വിഷയത്തിൽ പൂർവിക പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പറഞ്ഞത്, വമഅലൂമുൻ അന്ന ദുആഅൽ മലായിക മുജാബ്. മലക്കുകളുടെ ദുആ ഉത്തരം ചെയ്യപ്പെടുന്നതാണ്, റബ്ബ് സ്വീകരിക്കുന്ന ദുആ ആണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എല്ലാ പ്രഭാതത്തിലും മലക്കിന്റെ ദുആയുണ്ട്. ചിലവഴിക്കുന്നവന് കൂടുതൽ നൽകാൻ, പിടിച്ചു വെക്കുന്നവന് നാശം നൽകാൻ. അല്ലാഹു മലക്കിന്റെ ദുആ ലഭിക്കുന്ന, സാമ്പത്തികമായ കാര്യത്തിൽ വളർച്ച നേടാൻ സാധിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ മറ്റൊരിക്കൽ പറഞ്ഞു, ലാ യൻഖുസു മാലുൻ മിൻ സദഖത്തിൻ ഫതസദ്ദഖൂ. സദഖ ചെയ്താൽ സമ്പത്ത് കുറഞ്ഞു പോകുന്ന ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ സദഖ അധികരിപ്പിക്കുക എന്നാണ് പ്രവാചകന്റെ കൽപ്പന. വിശുദ്ധ ഖുർആനിൽ പലയിടത്തും സക്കാത്ത് എന്ന പദത്തിന് പകരമായിട്ട് ചിലയിടങ്ങളിൽ സദഖ എന്ന് പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. എന്നാൽ അതല്ലാത്ത വിധത്തിലും പ്രയോഗിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും അല്ലാഹു മനുഷ്യനോട് കാണിക്കുന്ന വലിയ കാരുണ്യമാണ് ഈ വിഷയങ്ങളെല്ലാം എന്നതും റബ്ബ് ഓർമ്മപ്പെടുത്തുന്നു. സൂറത്തുന്നൂർ 56-ാമത്തെ ആയത്ത്, വഅഖീമുസ് സ്വലാത്ത വആതുസ് സക്കാ വഅതീഉർ റസൂല ലഅല്ലകും തുർഹമൂൻ. അല്ലാഹുവിന്റെ കരുണയുണ്ടെങ്കിലേ 2 ലോകത്തും നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. ദുനിയാവിൽ രക്ഷപ്പെടണമെങ്കിൽ റബ്ബിന്റെ കരുണ വേണം. നാളെ ആഖിറത്തിൽ തീർച്ചയായും രക്ഷ ലഭിക്കണമെങ്കിൽ അള്ളാന്റെ കരുണ ലഭിക്കണം. ആ കരുണ ലഭിക്കാവുന്ന കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്ത ആയത്തുകളിൽ ലഅല്ലകും തുർഹമൂൻ എന്ന് പറഞ്ഞ് അള്ളാഹ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഒന്നാണ് സൂറത്തുന്നൂറിലെ 56-ാമത്തെ ആയത്ത്. 3 കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ട് റബ്ബ് പറഞ്ഞു, നിങ്ങൾക്ക് കരുണ കിട്ടും. ഏതൊക്കെ 3 കാര്യങ്ങൾ? 1, നമസ്കാരം നിലനിർത്തുക. 2, നിങ്ങൾ സക്കാത്ത് കൊടുക്കുക. 3, അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക. ജീവിതത്തിൽ സുന്നത്ത് അനുധാവനം ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് കാരുണ്യമുണ്ട്. സത്യവിശ്വാസികളുടെ മുമ്പിൽ അള്ളാഹു, പ്രത്യേകിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യം പരലോകത്തെ സ്വർഗത്തിലെ ഉന്നതമായ പ്രതിഫലമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സുദീർഘമായ ഒരു ഹദീസിൽ കാണാം, ഒരു അഅറാബി വന്നിട്ട് നബിയുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ ചെയ്താൽ എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സഹായകമാകുന്ന ഒരു കർമ്മം പറഞ്ഞു തരൂ പ്രവാചകരെ. അത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനോട് പറഞ്ഞു, തഅബുദുല്ലാഹ ലാ തുശ്രികു ബിഹി ശൈഅ. നീ അല്ലാഹുവിനെ ആരാധിക്കണം, ആ റബ്ബിൽ യാതൊന്നിനെയും പങ്കു ചേർക്കണം.
വതുഖീമു സ്വലാത്തൽ മക്തൂബ, നിർബന്ധ നമസ്കാരം നിലനിർത്തണം. വതുഅദ്ദി സകാത്തൽ മഫ്റൂള, അതുപോലെ തന്നെ നിർബന്ധ ദാനമായ സകാത്ത് കൊടുത്തുവിട്ടണം. വതസൂം റമളാൻ, റമളാനായാൽ നോമ്പ് നോൽക്കണം. ഖാല വല്ലദീ നഫ്സി ബിയദിഹി ലാ അസീദു അലാ ഹാദാ, ഇതൊക്കെ പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ സത്യം അഥവാ അല്ലാഹു ആണേ സത്യം, ഞാൻ ഇതിനേക്കാൾ യാതൊന്നിനെയും വർദ്ധിപ്പിക്കുകയില്ല എന്ന് ആ മനുഷ്യൻ പറഞ്ഞു. ഫലമ്മാ വല്ല ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സറഹു അൻ യൻദുറ ഇലാ റജുലിൻ മിൻ അഹ്ലിൽ ജന്ന ഫൽയൻദുർ ഇലാ ഹാദാ. ഇത് പറഞ്ഞിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുമ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്തുണ്ടായിരുന്ന സഹാബികളോട് പറഞ്ഞു, സ്വർഗവാസികളിൽപ്പെട്ട ഒരാളെ നിങ്ങൾക്ക് അയാളിലേക്ക് നോക്കാൻ അഥവാ സ്വർഗവാസികളിൽപ്പെട്ട ഒരാളെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അത് നിങ്ങൾക്ക് സന്തോഷകരമാണെങ്കിൽ അതാ ആ മനുഷ്യനെ കണ്ടോളിൻ എന്ന് ഈ ചോദ്യം ചോദിച്ച് ഈ ഉത്തരം നബിയിൽ നിന്ന് കേട്ട് നടന്നു നീങ്ങുന്ന ആ അഅറാബിയെ ചൂണ്ടിക്കൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞ സന്ദർഭം ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. സാമ്പത്തികമായ അവസ്ഥ, സുരക്ഷിതത്വത്തിന്റെ അവസ്ഥ, അള്ളാഹുവിന്റെ നിഅമത്ത് ലഭിച്ചിട്ടും നിർബന്ധ ബാധ്യതയായ സക്കാത്ത് കൊടുത്തുവിട്ടാതിരിക്കുന്നത് മുശ്രിക്കുകളുടെ സ്വഭാവം എടുത്തു പറഞ്ഞിടത്താണ് അള്ളാഹു ഉദ്ധരിച്ചത് എന്ന് കാണാൻ സാധിക്കും. സൂറത്ത് ഫുസ്സില 6-7 ആയത്തുകളിൽ വൈലുൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്ക് നാശം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു, അല്ലദീന ലാ യുഅ്തൂന സകാത്ത വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. സകാത്ത് കൊടുക്കാത്തവരായ, ആഖിറത്തിനെ നിഷേധിക്കുന്നവരായ മുശ്രിക്കുകൾക്ക് നാശം എന്നാണ് റബ്ബ് എടുത്തു പറഞ്ഞത്. അതിനർത്ഥം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മുശ്രിക്കുകളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് അള്ളാഹു നൽകിയ സാമ്പത്തികമായ സുരക്ഷിതത്വമുണ്ടായിട്ടും അതിലെ നിർബന്ധ ബാധ്യത നൽകാതിരിക്കുക എന്നത്. അതോടൊപ്പം തന്നെ സാമ്പത്തികമായ വിഷയത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കുക എന്നത്, നിഷിദ്ധമായ സമ്പാദ്യത്തോട് കലരാതിരിക്കുക എന്നത് മുഅ്മിൻ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ കൽപ്പനയാ അയ്യുഹർ റുസുൽ കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ ഇന്നി ബിമാ തഅമലൂന അലീം. പ്രവാചകന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു പഠിപ്പിച്ച കാര്യം, നിങ്ങൾ ഉത്തമമായതാകണം ഭക്ഷിക്കേണ്ടത്. വഅമലൂ സ്വാലിഹാ, നിങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യണം. നിങ്ങൾ ചെയ്യുന്ന ഇന്നി ബിമാ തഅമലൂന അലീം, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യവും അറിയുന്നവനാണ് ഞാൻ. അപ്പോൾ 2 കാര്യങ്ങളാണ് അവിടെ അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഭക്ഷിക്കുന്നത് നന്നാകണം, വയറ്റിലേക്ക് ചെല്ലുന്നത് ഹലാലിന്റെ മുതലാകണം, അതോടൊപ്പം ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നത് സൽക്കർമ്മങ്ങളാവുകയും ചെയ്യണം. യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും വഷ്കുറൂ ലില്ലാഹ് ഇൻ കുൻതും ഇയ്യാഹു തഅ്ബുദൂൻ. സൂറത്ത് ബഖറ 172 ആയത്തിൽ പഠിപ്പിക്കുകയാണ്. അല്ലാഹു വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നു, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നല്ലത് നിങ്ങൾ ഭക്ഷിക്കൂ. വഷ്കുറൂ ലില്ലാഹ്, അല്ലാഹുവിന് ശുക്ർ ചെയ്യുകയും ചെയ്യൂ, റബ്ബിനോട് നന്ദി കാണിക്കൂ. ഇൻ കുൻതും ഇയ്യാഹു തഅ്ബുദൂൻ, നിങ്ങൾ ആ റബ്ബിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇക്കാര്യം ചെയ്യണം എന്നർത്ഥം. അതുമാത്രവുമല്ല, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം, യഅതി അലന്നാസി സമാൻ ലാ യുബാലിൽ മർഉ മാ അഖദ മിൻഹു അമിനൽ ഹലാലി അമിനൽ ഹറാം. ഇത് ഹലാലിൽ പെട്ടതാണോ ഇത് ഹറാമിൽ പെട്ടതാണോ താൻ എടുത്തത് എന്നത് നോക്കാതെ മനുഷ്യൻ ധനം വാരിക്കൂട്ടുന്ന ഒരു കാലം വരാനുണ്ട്. തന്റെ കാലശേഷം അന്ത്യനാൾ അടുക്കുമ്പോൾ വരാനിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ അവസ്ഥയെക്കുറിച്ച് റസൂലുള്ള പറയാ, സമ്പാദിക്കുമെന്നുണ്ടാവില്ല, ഹറാം ഹലാല് എന്ന വ്യത്യാസം ഉണ്ടാവും. ദീനിന്റെ ബാക്കി ചിഹ്നങ്ങളൊക്കെ ഒരു പക്ഷേ ഉണ്ടാകും, അടയാളങ്ങൾ ഉണ്ടാകും, എന്നാൽ സാമ്പത്തിക വിഷയത്തിൽ വരും. അങ്ങനെയാണല്ലോ സാധാരണ പറയാറുള്ളത്. ബിസിനസ്സിൽ നിങ്ങൾ ഈ പറയുന്ന ദീനൊന്നും പൂർണ്ണമായിട്ട് നടപ്പാക്കാൻ പറ്റില്ല, അവിടൊക്കെ കുറച്ചൊക്കെ വിട്ടുവീഴ്ചയും കുറച്ച് സൗകര്യത്തിനനുസരിച്ച കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ആ നിലക്ക് സാമ്പത്തിക വിഷയത്തിൽ പൂർണ്ണമായി എനിക്ക് മുസ്ലിമാകാൻ കഴിയില്ല എന്ന് തുറന്നു പറയുന്നത് പലപ്പോഴും ആളുകൾക്കിടയിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാകുമ്പോ
നമ്മുടെ ഈമാനിനാണ് തകരാറ് സംഭവിച്ചത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അന്ത്യനാൾ അടുക്കുമ്പോൾ ഈ അവസ്ഥ വരുന്നതാണ്. സാമ്പത്തിക വിഷയത്തിൽ ഹറാം ഹലാലിൻ്റെതായ വേർതിരിവില്ലാത്ത അവസ്ഥ വരും. അതുകൊണ്ട് കഠിനമായ ശിക്ഷയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. സകാത്ത് കൊടുക്കാത്ത ആളുകൾ, അല്ലാഹു പറയുന്നു, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി ഹുവ ഖൈറൻ ലഹും. അല്ലാഹു തന്റെ ഔദാര്യത്തിൽ നിന്ന് നൽകിയിട്ടുള്ളതിനെ അതിനെ പിശുക്ക് കാണിക്കുന്ന, അത് കൊടുക്കാതെ പിശുക്കി വെക്കുന്ന ആളുകൾ ആ ചെയ്യുന്നത്, അഥവാ അവർ കൊടുക്കാതെ പിടിച്ചു വെക്കുന്നത് അവർക്ക് നന്മയാണ് എന്ന് വിചാരിക്കേണ്ട. ബൽ ഹുവ ശർറുൽ ലഹും, മറിച്ചതവർക്ക് തിന്മയാണ്. സയുതവഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഏതൊന്നിനെയാണോ അവർ കൊടുക്കാതെ പിശുക്ക് കാണിച്ചത് അതവരുടെ കഴുത്തിൽ ആഭരണമായി അണിയിക്കപ്പെടും. വിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി അല്ലാഹു പഠിപ്പിക്കുകയാണ്. നാളെ പരലോകത്ത് മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, രണ്ട് ഭാഗത്തു നിന്നും ഉഗ്രവിഷമുള്ള സർപ്പം അവന്റെ കവിളിൽ ആഞ്ഞു കൊത്തുന്ന ശിക്ഷയാണ് മഹ്ശറിൽ അല്ലാഹു ഒരുക്കി വെച്ചത്. അങ്ങനെ ആഞ്ഞു കൊത്തുമ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കും, അന മാലുക അന കൻസുക, നിന്റെ സമ്പാദ്യമാണ് ഞാൻ, നിന്റെ നിക്ഷേപമാണ് ഞാൻ എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് ഹറാമിന്റെ സമ്പാദ്യം അഥവാ സക്കാത്ത് കൊടുക്കാതെ സ്വത്തിനോട് കൂട്ടിച്ചേർത്തത്, സദക്ക നൽകാതെ പിശുക്ക് കാണിച്ചു വെച്ചത്, ഹറാമായ വഴിയിലൂടെ സമ്പാദിച്ചത്, പലിശ വാങ്ങിയത്, അത്തരത്തിലുള്ള സമ്പാദ്യങ്ങളെല്ലാം ഉഗ്രവിഷങ്ങളായി മാറി കവിളിൽ ആഞ്ഞുകൊത്തുന്ന ഒരു പരലോകം വരാനുണ്ട് എന്നത് ആഖിറത്തിൽ വിശ്വസിക്കുന്ന ഓരോ മുഅ്മിനും ഭയപ്പാടോടുകൂടി മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് ഉറപ്പുവരുത്തുക, ഞാൻ ഭക്ഷിക്കുന്നതിൽ, എന്റെ മക്കൾക്ക് ഭക്ഷണമായി നൽകുന്നതിൽ, എന്റെ ഇണക്ക് ഞാൻ നൽകുന്നതിൽ ഹലാല് മാത്രമേ ഉള്ളൂ. സക്കാത്തിന്റെ ഒരു വിഹിതവും അതിനോട് ചേർന്ന് പോയിട്ടില്ല, ഹറാമിന്റെ ഒരു അല്പവും അതിനോട് കലർന്നിട്ടില്ല എന്നത് ഉറപ്പുവരുത്താൻ നമ്മൾ ശ്രമിക്കുക. ഈ പരിശുദ്ധമായ റമദാൻ, ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, പലരും മനസ്സിലാക്കിയത് റമദാനിൽ മാത്രം കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ ഉള്ളിക്കൊടുക്കുന്ന ഒരു ഏർപ്പാടാണ് സക്കാത്ത്. അല്ല, വാർഷികമായി അതിനെ കണക്കാക്കണം. അതിനൊരു സൗകര്യം എന്നുള്ള നിലക്ക് നമ്മൾ നോമ്പുകാലം അതിന്റെ കണക്കിന്റെ ഒരു മാനദണ്ഡമായി സ്വീകരിക്കുന്നു. പ്രത്യേകിച്ച് പുണ്യങ്ങൾക്ക് പല മടങ്ങ് പ്രതിഫലം എന്ന് ലഭിക്കുമെന്നുള്ളത് കൊണ്ട് മാത്രം. അല്ലാതെ റമദാനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അതിലെ 27-ാം രാവുമായി ബന്ധപ്പെട്ടോ മാത്രം നൽകേണ്ടുന്ന ഒന്നല്ല ഇസ്ലാമിലെ സക്കാത്ത് എന്ന് പറയുന്നത്. അൽഹംദുലില്ലാഹ്, നമ്മുടെ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് സക്കാത്തിന്റെ സംഭരണത്തിനും വിതരണത്തിനുമൊക്കെ വളരെ വ്യവസ്ഥാപിതമായ സംവിധാനമുണ്ട്. അതിന്റെ ഭാഗമാകാൻ ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് അമലുകൾ ചെയ്യുന്ന, സാമ്പത്തിക വിഷയത്തിൽ സൂക്ഷ്മത പാലിക്കുന്ന മുത്തഖീങ്ങളായ റബ്ബിന്റെ അടിമകളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് സല്ലല്ലാഹു അലൻ നബിയ്യി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും നടപ്പാക്കാനുള്ള പരിശ്രമം ഉണ്ടാകണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. സാമ്പത്തിക വിഷയത്തിലെ ഏറ്റവും മാതൃകാപരമായ നിർദ്ദേശം സമർപ്പിച്ച പരിശുദ്ധ ഇസ്ലാം സക്കാത്ത് എന്ന നിർബന്ധ ബാധ്യതയെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ട് അത് ആർക്കൊക്കെ നൽകപ്പെടണമെന്ന അവകാശികളെ എണ്ണിപ്പറയുകയും ചെയ്തു. സൂറത്തു തൗബ 60-ാമത്തെ ആയത്തിൽ ഇന്നമസ് സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫിർ റിഖാബ് വൽ ഗാരിമീൻ വഫീ സബീലില്ലാഹ് വബ്നിസ് സബീൽ ഫരീളതൻ മിനല്ലാഹ് വല്ലാഹു അലീമുൻ ഹകീം. 8 അവകാശികളെ കൃത്യമായി അള്ളാഹു എടുത്തു പറഞ്ഞു. അത് അഗതികൾക്ക് നൽകപ്പെടണം, ഫക്കീർമാർക്ക് നൽകപ്പെടണം, മിസ്കീന്മാർക്ക് നൽകപ്പെടണം, അതുപോലെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, അതുപോലെ തന്നെ ഹൃദയം ഇണക്കപ്പെട്ടിട്ടുള്ള ആളുകൾക്ക്, അടിമത്ത മോചനത്തിന്റെ വിഷയത്തിൽ കടബാധ്യതയുള്ള ആളുകളെ സഹായിക്കുന്ന കാര്യത്തിൽ, ഫീ സബീലില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ, അതുപോലെ തന്നെ വഴിയാത്രക്കാരുടെ വബിനിസ് സബീൽ വഴിയാത്രക്കാരുടെ മാർഗത്തിൽ റബ്ബിൽ നിന്നുള്ള ഒരു നിർബന്ധ ബാധ്യതയായിട്ട് ഇങ്ങനെ 8 അവകാശങ്ങൾ എടുത്തു പറഞ്ഞു. ഈ അവകാശികൾക്ക് തന്നെ നൽകപ്പെടണം സക്കാത്ത് എന്നതാണ് ഇസ്ലാമിന്റെ നിർബന്ധം. അത് സ്വന്തം കൈകൊണ്ട് നേരിട്ട് നൽകിയാൽ സക്കാത്ത് വീടും. പക്ഷേ ഇസ്ലാം ആ വിഷയത്തിലും പഠിപ്പിച്ചിട്ടുണ്ട്.
പറഞ്ഞിട്ടുള്ളത് അത് സംഘടിതമായി നിർവഹിക്കപ്പെടണം എന്നതാണ്. സമ്പത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ചും സക്കാത്തിന്റെ വിഷയത്തിൽ ധനികരിൽ നിന്ന് വാങ്ങുകയും ദരിദ്രർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് സക്കാത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. ധനികരിൽ നിന്ന് വാങ്ങുകയും ദരിദ്രർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സംവിധാനം. അതുകൊണ്ടാണ് വൽ ആമിലീന അലൈഹാ, ആ സക്കാത്തിന്റെ കാര്യത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന് 8 അവകാശികളായി വിശുദ്ധ ഖുർആൻ പ്രത്യേകം പഠിപ്പിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ബൈത്തുൽ മാലിലേക്കാണ് അത് നൽകിയിരുന്നത്. എന്നാൽ ഇന്ന് ബൈത്തുൽ മാലില്ലല്ലോ, അതുകൊണ്ട് ഇന്ന് ആളുകൾ തന്നെ വ്യക്തികളായി കൊടുത്താൽ മതി, സംഘടിതമായി അത് നൽകുന്നതിന് ഇസ്ലാമിൽ ഒരു പ്രമാണവുമില്ല എന്നൊക്കെ ഈ അടുത്ത കാലത്തായി പ്രത്യേകിച്ചും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ പ്രമാണങ്ങൾ ഈ വിഷയത്തിൽ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അവിടെ സംഘടിതമായി നൽകുമ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങൾ ഓരോന്നും അതിന്റെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദരിദ്രന്മാരുടെയും മിസ്കിന്മാരുടെയും പ്രശ്ന പരിഹാരത്തിന് ധനികരിൽ നിന്ന് വാങ്ങുന്നതാണ് സക്കാത്ത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ വിഷയത്തിൽ ശ്രദ്ധയുണ്ടാകണം. അർഹർക്കായിരിക്കണം അത് ലഭിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഏത് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഏജൻസികൾ, കമ്മിറ്റികളാണെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, അപേക്ഷ കിട്ടിയാൽ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ മാത്രം സഹായം നൽകുക എന്നതല്ല മാനദണ്ഡം. മറിച്ച് ഈ വിഷയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തങ്ങളുടേതായ മഹല്ലുകളിൽ, ചുറ്റുപാടുകളിലുള്ള ആളുകളുടെ പ്രയാസങ്ങൾ തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞ് അങ്ങോട്ട് ആവശ്യക്കാർക്ക് സഹായം നൽകുന്ന വിധത്തിൽ സക്കാത്തിന്റെ വിതരണ സംവിധാനം എത്തിച്ചേരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വ്യക്തികളുടെ അഭിമാനം എന്നത് ഏറ്റവും പ്രധാനമാണ്. ആ അഭിമാനത്തിന് മുറിവേൽക്കുന്ന വിധത്തിൽ ആയിത്തീരാതെ അഭിമാന സംരക്ഷണം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെയാകണം സംഘടിതമായ സക്കാത്തിന്റെ വിതരണം നിർവഹിക്കപ്പെടേണ്ടത്. അർഹർ നിലവിലിരിക്കെ അത്തരത്തിൽ സംഭരിക്കപ്പെട്ട സക്കാത്തിന്റെ വിഹിതം അത് എവിടെയെങ്കിലും ചിലവഴിക്കാതെ നിൽക്കുന്ന ഒരവസ്ഥ, അതും വളരെ ഗൗരവതരമാണ്. അതേപോലെ തന്നെ അങ്ങനെ വെച്ചുകൊണ്ട് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി അതിനെ നീക്കിവെച്ചിട്ട് സാമ്പത്തികമായ നിലക്കുള്ള തിരിമറികൾക്ക് ഉപയോഗിക്കുക എന്നുള്ളത്, ഇതൊന്നും വന്നു പോകാതെ സക്കാത്തിന്റെ അതിന്റെ കമ്മിറ്റികൾ, അതിന്റെ സംഘടിത രൂപം കൈകാര്യം ചെയ്യുന്ന ആളുകൾ ആ വിഷയങ്ങളിൽ ശ്രദ്ധ പാലിക്കൽ ആവശ്യമാണ്. ഏതായിരുന്നാലും അത് ദരിദ്രരുടെ ഹക്കാണ്. അതുകൊണ്ട് തന്നെ അത് കൈകാര്യം ചെയ്യുമ്പോൾ അങ്ങേയറ്റത്തെ സൂക്ഷ്മതയുണ്ടാകണം. കൊടുത്തിട്ടില്ല എങ്കിൽ തന്റെ സമ്പത്തിനോട് അത് കലരുമ്പോൾ അത് അതീവ ഗൗരവതരമാണ് എന്നുള്ള ഭയം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ച് റബ്ബിലേക്ക് തിരിച്ചു ചെല്ലുന്ന ആ സമയം ഒരാളുടെയും ഹക്ക് നമ്മുടെ കൈവശം വെച്ചതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരേണ്ടതില്ലാത്ത നിലക്ക് നമ്മുടെ ഭാഗം അത് ശുദ്ധീകരിക്കാൻ, സുരക്ഷിതമാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. പ്രത്യേകിച്ച് റമദാൻ കടന്നു വരുമ്പോൾ നമ്മുടെ പള്ളിയുമായി കേന്ദ്രീകരിച്ചുള്ള ഈ സംവിധാനത്തെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനും ഈ വിഷയത്തിൽ നാം ശ്രദ്ധിക്കുക. 1-2 കാര്യങ്ങൾ കൂടി നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ പുണ്യങ്ങൾ നിറഞ്ഞ മാസം പരിശുദ്ധ റമദാൻ കടന്നു വരികയാണ്. ഇൻഷാ അള്ളാഹ് അടുത്ത തിങ്കളാഴ്ച മഗ്‌രിബിന് ശേഷം ഈ പള്ളിയിൽ വെച്ച് അഹ്ലൻ റമദാൻ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തപ്പെടുന്നു. ബഹുമാന്യനായ സ്വാദിഖ് മദീനിയാണ് ക്ലാസ് എടുക്കുന്നത്. എല്ലാ ആളുകളും ആ ഇൽമിന്റെ മജ്‌ലിസിൽ എത്തിച്ചേരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മുൻ ആഴ്ചകളിൽ സൂചിപ്പിച്ച നമ്മുടെ ചുറ്റുപാടുകളിലുമുള്ള അർഹരായ ആളുകളിലേക്ക് കിറ്റുകൾ എത്തിക്കുന്നതിനു വേണ്ടി ഇവിടെ അറിയിച്ചിരുന്നു. 1500 രൂപയാണ് ഒരു കിറ്റിന് വേണ്ടുന്ന ചെലവ് എന്നുള്ളത്. അത് ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ ഞായറാഴ്ചയോടുകൂടി ക്ലോസ് ചെയ്യുകയാണ്. റമദാന്റെ മുമ്പ് തന്നെ ഈ വിഷയം ഇവിടെ ക്ലോസ് ചെയ്ത് ഏറ്റവും അർഹരായ ആളുകളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനമാണ് ബന്ധപ്പെട്ട ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓഫർ ചെയ്തിട്ടുള്ള ആളുകൾ ഉടനെ തന്നെ അതിലേക്കുള്ള ക്യാഷ് എത്തിക്കണമെന്നും സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അതുപോലെ മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഇൻഷാ അല്ലാഹ് ഫെബ്രുവരി 26 ബുധനാഴ്ച മഞ്ചേരിയിൽ വെച്ച് ക്യാമ്പസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു വിപുലമായ സമ്മേളനം നടക്കുന്നുണ്ട്. വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്. ആ ദഅ്വ പ്രോഗ്രാമിലേക്കുള്ള ഒരു കലക്ഷൻ ഇന്ന് നടക്കുന്നുണ്ട്. നമസ്കാര ശേഷം പിരിഞ്ഞു പോകുമ്പോൾ അതിലേക്കുള്ള നിങ്ങളുടെ വിഹിതങ്ങൾ നൽകാനും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം നമ്മുടെ ഈ പള്ളിയുടെ കാര്യവും എപ്പോഴും ശ്രദ്ധയിലുണ്ടാകണം. പ്രത്യേകിച്ച് റമദാനിലെ നിങ്ങളുടെ സദഖയുടെ നല്ല
നല്ലൊരു ഭാഗം ഈ പള്ളിക്ക് വേണ്ടി നീക്കിവെക്കാനും പ്രത്യേകം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടാകണമെന്ന് സൂചിപ്പിക്കുകയാണ്. റഹ്മാനായ റബ്ബ് ദീനിന്റെ എല്ലാ കാര്യങ്ങളിലും മാതൃകയായി ജീവിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സൗഭാഗ്യം ലഭിക്കുന്ന അതീവ ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, നിന്റെ പരിശുദ്ധമായ റമളാനിന് സാക്ഷികളാകാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഷഅബാനിന്റെ പുണ്യം പൂർണ്ണമായി നേടിയെടുക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. വസിയ്യത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. എല്ലാം അറിയുന്ന റബ്ബേ, എല്ലാവരുടെയും രോഗങ്ങൾ നീ സുഖപ്പെടുത്തി കൊടുക്കണമേ തമ്പുരാനെ. നാഥ, പൂർണ്ണ ആരോഗ്യത്തോടുകൂടി നിന്റെ ദീനിനു വേണ്ടി പ്രവർത്തന രംഗത്ത് സജീവമായി തീരാൻ, ഞങ്ങളുടെ ഇബാദത്തുകൾ ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിക്കാൻ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്ത് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. സാമ്പത്തികമായ പ്രയാസങ്ങളിൽ നിന്ന്, മാരക രോഗങ്ങളിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. സാമ്പത്തിക വിഷയത്തിൽ സൂക്ഷ്മത പാലിക്കാൻ, അവകാശികൾക്ക് അതിന്റെ അവകാശങ്ങൾ കൃത്യമായി കൊടുത്തുവിട്ടി ഞങ്ങളുടെ സമ്പത്ത് ശുദ്ധീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാലിയൽ ഹാജാത്ത്. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم ارنا الحق حقا وارزقنا اتباعه. اللهم ارنا الباطل باطلا وارزقنا اجتنابه. اللهم انصر من نصر دين محمد صلى الله عليه وسلم. اللهم اخذل من خذل دين محمد صلى الله عليه وسلم. اللهم سهل امورنا يا رب العالمين. اللهم لا سهل إلا إذا جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على النبي وعلى آله وصحبه أجمعين والحمد لله رب العالمين.